നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ബ്രസീലിയൻ ലീഗിൽ തകർപ്പൻ പ്രകടനമാണ് ഫ്ലമംഗോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ഫ്ലമംഗോയാണ്. അവരുടെ ഈ ഒരു മികച്ച പ്രകടനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അവരുടെ സൂപ്പർ സ്ട്രൈക്കറായ പെഡ്രോയാണ്. ടിറ്റയ്ക്ക് കീഴിൽ തകർപ്പൻ ഫോമിലാണ് പെഡ്രോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രസീലിയൻ ലീഗിൽ മാത്രമായി 10 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കണക്ക് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. 2024 എന്ന കലണ്ടർ വർഷത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് പെഡ്രോയാണ്. ഫുട്ബോൾ ലോകത്തെ മറ്റു സ്ട്രൈക്കർമാർക്കൊന്നും തന്നെ ഈ താരത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. 28 ഗോളുകളാണ് ഈ കലണ്ടർ വർഷത്തിൽ പെഡ്രോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ചൈനീസ് താരമായ വു ലിയാണ്. 27 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ ഏർലിംഗ് ഹാലൻഡും ഒക്കെ ഇവരുടെ പിറകിലാണ് വരുന്നത്. സോഫാ സ്കോർ പുറത്തുവിട്ട കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 28 ഗോളുകളാണ് പെഡ്രോ നേടിയിട്ടുള്ളത്. 27 ഗോളുകളാണ് വൂലി നേടിയിട്ടുള്ളത്. 26 ഗോളുകളാണ് ഖത്തർ താരമായ അക്രം അഫീഫ് ഇതുവരെ നേടിയിട്ടുള്ളത്. കിലിയൻ എംബപ്പെ പിന്നീടാണ് വരുന്നത്. 25 ഗോളുകൾ. കൊളംബിയൻ താരമായ മിഗേൽ ബോർഹയും 25 ഗോളുകൾ നേടിയിട്ടുണ്ട്. സ്വീഡിഷ് സൂപ്പർ താരമായ വിക്ടർ 25 ഗോളുകൾ. ഉറുഗ്വൻ സൂപ്പർ താരമായ മാർട്ടിൻ 24 ഗോളുകൾ. ഹാരി കെയ്ൻ 23 ഗോളുകൾ. ഏർലിംഗ് ഹാലൻഡ് 23 ഗോളുകൾ. ഇങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റ് ഇപ്പോൾ വരുന്നത്. ഇത്രയും മിന്നുന്ന പ്രകടനം നടത്തിയ താരത്തെ ബ്രസീലിന്റെ കോപ്പ അമേരിക്ക സ്ക്വാഡിലേക്ക് പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ ബ്രസീലിൽ നിന്നുള്ള ആരാധകർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഗോളടിക്കാൻ ആളില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ താരത്തെ ഒഴിവാക്കിയതിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നത്. ബ്രസീലിന് വേണ്ടി ആകെ 6 മത്സരങ്ങളാണ് ഈ താരം ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 ഗോൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.